ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു 2 ലെയർ മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. എനിക്ക് പൊങ്കാലയ്ക്ക് ഇടാനായിട്ട് ഒരു മാല ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിച്ച് ഒരു മാല ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു മാല ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാല ഉണ്ടാക്കുന്ന വീഡിയോയിൽ. ഇന്നാണ് എനിക്ക് ആ കമൻറ്റ് കണ്ടത്, ഞാൻ ഇന്നാണ് വന്നത്. ഞാനും എപ്പോഴും ഇത് ഫസ്റ്റ് തുടക്കമായതുകൊണ്ട് എപ്പോഴും ഞാൻ യൂട്യൂബിൽ കാണും. അപ്പോൾ ആര് കമൻറ്റ് ഇട്ടാലും എനിക്കത് പെട്ടെന്ന് ഞാൻ അതിന് റിപ്ലൈയും കൊടുക്കും. അപ്പോൾ അതിലൊരാൾ പറഞ്ഞ് നിങ്ങളെ കാണിക്കാതെ നിങ്ങൾ ചെയ്യുന്ന മാലയുടെ വീഡിയോ കാണിക്കുമെന്ന് പറഞ്ഞ്. ആരായിരുന്നാലും സഹോദരിയാണ്, അനിയത്തിയാണെങ്കിൽ എൻ്റെ മൂത്തതാണെങ്കിൽ ഞാനൊരു അപേക്ഷ പോലെ പറയുകയാണ്. ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ പിടിക്കാനൊന്നും ഞാൻ വലിയ സംഭവമൊന്നുമല്ല. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് അറിഞ്ഞുകൂടാ. ക്യാമറ എവിടെ വെക്കണം, എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റും, അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടിട്ടാണ് അങ്ങനെ. അല്ലാതെ എന്നെ കാണിക്കാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല. അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത് തുടങ്ങുന്ന സമയത്തേ ഞാനിത് എന്നെ കാണിച്ചിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇടുമായിരുന്നു. ഇതിപ്പം ആ ബാഗിൻ്റെ ആ ഒരു ബാഗാണ് ഇപ്പോൾ എന്നെ കൊണ്ട് ഇത്രയെങ്കിലും ചെയ്യിച്ചത്. അതുകൊണ്ട് സഹോദരി ക്ഷമിക്കുക. ഞാൻ മാക്സിമം നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ തന്നെ ഞാൻ ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് നോക്കണുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ മാലയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. മാല 2 ലെയർ മാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഗിയർ വയറിലാണ് മാല ഉണ്ടാക്കുന്നത്. പിന്നെ ഗിയർ വയർ വേണം, പിന്നെ ചേടാപ്പെട്ടി വേണം, ചക്കിരി വേണം, പിന്നെ വേണ്ടത് നമ്മുടെ മിഡിൽ പ്ലേറ്റ്, 2 ഹോളിൻ്റെ മിഡിൽ പ്ലേറ്റ് വേണം, പിന്നെ വെർട്ടിക്കൽ മുത്ത്, പിന്നെ പേള് 6 mm പേള്, പ്രസ്സിങ് പ്ലെയർ, കട്ടിംഗ് പ്ലെയർ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഗിയർ വയർ നമുക്ക്, പിന്നെ ഗിയർ ലോക്കും വേണം. ഞാനിപ്പോൾ 2 എടുത്ത് വെച്ച് ഒന്ന് ഇതിൻ്റെ ഇടയിൽ എവിടെ ആയിപ്പോയിട്ടുണ്ട്. നമുക്ക് 2 ഗിയർ ലോക്ക് വേണം. നമ്മൾ അത്യാവശ്യം നല്ല നീളത്തിന് തന്നെ ഗിയർ വയർ മുറിച്ചെടുക്കാൻ നോക്കണം. കാരണം ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇതിൻ്റെ അളവ് അറിയില്ലല്ലോ. ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇത് കുറഞ്ഞു പോവുകയാണെങ്കിൽ വീണ്ടും ഒന്നേന്ന് അഴിച്ച് വീണ്ടും നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഗിയർ വയർ എടുക്കുമ്പോൾ എപ്പോഴും നല്ല കുറച്ച് നീളത്തിനെടുക്കണം. എൻ്റെ പപ്പീസ് അവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ഉറങ്ങി എണീച്ച് ഇപ്പോൾ കളിക്കുന്ന മൂഡിലാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് ഗിയർ വയർ ഈ ചേടാപ്പെട്ടിയുടെ അകത്തൂടെ കയറ്റുക. ഇതിങ്ങനെ കയറ്റിയിട്ട് ഇത് എന്നെ തിരിച്ച് നമ്മൾ ഈ ഹോളിൽ കൂടെ തിരിച്ചിറങ്ങണം. ഇത് 2 ഹോളിൻ്റെ ചേടാപ്പെട്ടിയാണ്. ഈ സൈഡിലും കൂടെ കയറ്റി നമ്മൾ ഗിയർ വയർ ഈക്വലായിട്ട് എടുക്കണം. അത്യാവശ്യം നല്ല നീളത്തിന് തന്നെ എടുത്തിട്ടുണ്ട്. ഒരുപോലെ എടുത്ത് ഗിയർ വയർ ഇങ്ങനെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ചേടാപ്പെട്ടിക്കകത്തോടെ ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മാല കുരുക്കാം. നമുക്ക് ഗിയർ വയർ എടുത്തിട്ട് 2 സൈഡിലും 3 മുത്ത് വെച്ച് ആദ്യം ഇടുക. ഈ സൈഡിൽ 3, ഈ സൈഡിൽ 3. രണ്ട് 3. അതുപോലെ ഈ സൈഡിൽ 3. 1 2 3 മുത്തിട്ടതിന് ശേഷം ഈ മിഡിൽ പ്ലേറ്റ് 2 ഹോളിൻ്റെ മിഡിൽ പ്ലേറ്റ് ഈ മാലയിലോട്ട് കയറ്റണം. ഈ മുത്തിൻ്റെ ഇടയിലോട്ട് കുരുത്തു കൊടുക്കണം. ഇങ്ങനെ കുരുത്തു കാണുന്നുണ്ടോ?
ഇതിങ്ങനെയായി. മിഡിൽ പ്ലേറ്റ് കയറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെയർ നല്ല രീതിയിൽ ഇങ്ങനെ തിരിഞ്ഞു പോവാതെ അവിടെ ഇങ്ങനെ പിടിച്ചിരുത്താനാണ് നമ്മൾ മിഡിൽ പ്ലേറ്റ് ഇടുന്നത്. മിഡിൽ പ്ലേറ്റ് ഇട്ടതിന് ശേഷം രണ്ട് സൈഡിലും 5 മുത്ത് വെച്ച് ഇട്ട് കൊടുക്കണം. 2 നേരത്തെ കയറ്റി ഒരു സൈഡിൽ 3, ഈ സൈഡിൽ അതേപോലെ 3. 2 നേരത്തെ കയറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം 3 ഇടുന്നത്. അപ്പം ഇങ്ങനെയായി. ഇനി ചെയ്യേണ്ടത് ഒരു ചക്കിരി, ഒരു വെർട്ടിക്കൽ മുത്ത്, ഒരു ചക്കിരി. ഇതുപോലെ തന്നെ ഈ സൈഡിലും ഇതുപോലെ തന്നെ ചക്കിരി, വെർട്ടിക്കൽ മുത്ത്, ചക്കിരി. കണ്ടോ? ഇനി രണ്ട് സൈഡിൽ 5 മുത്ത് വെച്ചിട്ട് കൊടുക്കാം. ഒന്ന്, രണ്ട്, 3. 5 മുത്ത് വെച്ചിട്ട് കൊടുക്കാം. ഇത് ഞാൻ അങ്ങനെ ഇന്നിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എന്ത് ചെയ്യണം എനിക്ക് ഇത് ഇടാൻ മാല ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഇനി എന്ത് ചെയ്യണം, എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ 2 ലെയറിൻ്റെ ഒരു മാല ചെയ്താലോ എന്ന് ഒരു ആലോചന വന്നത്. അപ്പോൾ എന്നാൽ പിന്നെ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ഇട്ട് വീണ്ടും വെർട്ടിക്കൽ ചക്കിരി ഇട്ട് ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ വീണ്ടും ഇത് ചെയ്യണം. ചക്കിരി, വെർട്ടിക്കൽ മുത്ത്. ഇത് കേറാൻ ഇച്ചിരി പാടുപോലെ തോന്നുന്നു. നിങ്ങൾക്ക് ഞാനുണ്ടാക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയയുടെ പുറത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണോ മാല ഇത് ചെയ്യാം. വീണ്ടും 5 മുത്തിടുക. അങ്ങനെ ഒരു കുറച്ച് സ്ഥലം വരെ പോയിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മളിങ്ങനെ ഇത്രയും കൊരുത്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇനി ഒരു മിഡിൽ പ്ലേറ്റ് ഇടുക. മിഡിൽ പ്ലേറ്റ് ഇട്ടു. ഇനി ചക്കിരി, വെർട്ടിക്കൽ മുത്ത്, അങ്ങനെ 3 വരത്തക്ക രീതിയിൽ. ചക്കിരി, വെർട്ടിക്കൽ മുത്ത്, ചക്കിരി. ഇതുപോലെ തന്നെ ഈ വയറിലും അതുപോലെ 3 മുത്തിട്ട് ചെയ്യണം.
ചക്കിരി, വെർട്ടിക്കൽ ചക്കിരി, വെർട്ടിക്കൽ ഇങ്ങനെ. ഇപ്പോൾ രണ്ട് സൈഡും 3 3 വെച്ച് ചക്കിരിയും വെർട്ടിക്കലുമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിഡിൽ പ്ലേറ്റ് ഇട്ടു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ 5 മുത്ത് വെച്ചിട്ടാണ് നമ്മൾ കൊരുത്തത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ലെയറിൽ 8 മുത്തും ഈ ഒരു ലെയർ 10 മുത്തും ഇടണം. 8-ൽ ആദ്യം 4 മുത്തിടണം. 1 2 3 4 മുത്തിട്ട് ഒരു സൈഡ്. ഇനി ഈ സൈഡ് ഇപ്പുറ സൈഡ് വന്നിട്ട് ഞാൻ എല്ലാ മുത്തും കൂടെ ഇളക്കി ഇട്ടില്ല കേട്ടോ, കാരണം അത്ര മുത്ത് ആവശ്യമില്ല. ഇങ്ങനെ തിരിച്ച് വീണ്ടും കൊരുത്തുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് എടുക്കണുള്ളൂ. ഈ ലെയറിൽ 5 മുത്തിടണം. 4 5 1 2 3 4 5 മുത്തിട്ടു. ഇനി ചെയ്യേണ്ടത്, ഇതിനൊരു ലോക്കറ്റ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഒരു ലോക്കറ്റ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോള് ഫസ്റ്റത്തെ 4 മുത്തിട്ട് അതിലിട്ടിടണം. 1. അടുത്ത ഈ ഗിയർ വയർ ഇതിനടുത്തുള്ള ഈ മിഡിൽ പ്ലേറ്റിൻ്റെ അടുത്ത ഹോളിലോട്ട് കയറ്റണം. ഇതൊക്കെ ഞാനിപ്പോൾ ഇന്നിരുന്ന് ആലോചിച്ചെടുത്ത ഒരു ഡിസൈനാണ് കേട്ടോ. ഇതെങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ ഇതെങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് ചക്കിരി ഇട്ട് കൊടുക്കാം, എന്നാലേ ഇച്ചിരി കൂടെ ഭംഗി വരുള്ളൂ. ഓരോ ചക്കിരി ഇടാം. ചക്കിരി ഇട്ട് നമുക്ക് ഗോൾഡ് ബീഡ് ഇടാം. വെർട്ടിക്കലും ഇട്ട് കൊടുക്കാം. അത് ആ ലോക്കറ്റിൻ്റെ അവിടെ അങ്ങനെ വരുമ്പോൾ ചില പ്ലെയിനായിട്ട് കിടക്കും. അപ്പം അതിനെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞ ഡിസൈൻ മാറ്റി പരീക്ഷിക്കുന്നതാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ചെയ്തു വരുമ്പോൾ അറിയാം. ഒരു ഐഡിയയിൽ പുറത്ത് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് ഇതിൽ കയറ്റാം. ഇനി ഈ ഗിയർ വയർ ഈ മിഡിൽ പ്ലേറ്റിൻ്റെ അടുത്ത ഹോളിൽ കൂടെ കയറ്റാം. ഇവിടെ ചെയ്തതുപോലെ നമുക്ക് ഈ സൈഡും കൊരുത്തെടുക്കാം. ഞാനത് കാണിക്കുന്നില്ല, ഈ ഒരു സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി മാല കൊരുത്ത് തീർന്നതിന് ശേഷം ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം.
മാല നമ്മൾ ഇതുവരെ കൊരുത്തെടുത്തിട്ടുണ്ട്. അപ്പം മാലയുടെ ലുക്കെന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഇതാണ് മാല. ഇത്രയും ചെയ്തപ്പോൾ ഇത്രയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ചേടാപ്പട്ടി ഇട്ടതുപോലെ നമുക്ക് ഈ മാലയുടെ ഫിനിഷിങ് പോയിന്റിലെത്താം. നമുക്ക് ഇതുപോലെ ചേടാപ്പട്ടി എടുക്കാം, കൊരുത്തെടുക്കണം. ആദ്യം നമ്മൾ ഈ വയറിൽ കയറ്റി ഇനി ഇപ്പോൾ ഈ സൈഡിൽ അടുത്ത ഗിയർ ലോക്ക് വയറും കൂടെ കയറ്റുക. ഇനി ചെയ്യേണ്ടത് ഗിയർ ലോക്ക് എടുത്ത് നമുക്കിവിടെ ലോക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പം മാലയുടെ ജോലി തീർന്നു. മാല സെറ്റും മുണ്ടിൻ്റെ കൂടെ ഇടുമ്പോൾ ഉപയോഗിക്കുമ്പോൾ നന്നായിരിക്കും കേട്ടോ. ഇത്ര ഭംഗി പ്രതീക്ഷിച്ചില്ല, പക്ഷേ ചെയ്ത് വന്നപ്പോഴത്തേക്കും നന്നായിരിക്കുന്നു. പൊങ്കാലയ്ക്ക് ഞാൻ പൊങ്കാലയുടെ തലേ ദിവസത്തെ രാത്രി വൈബും പിന്നീട് പിറ്റേ ദിവസത്തെ പൊങ്കാലയുടെതൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യും. ആ സമയത്ത് ഞാൻ ഈ മാല ഇടും. അതിന് വേണ്ടിയിട്ടാണ് ഈ മാല ഇന്നിരുന്ന് തല പുകഞ്ഞ് ആലോചിച്ചിരുന്ന് കിട്ടിയ ഡിസൈനാണിത്. ഇത് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഗിയർ ലോക്ക് അവിടെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ചേടാപ്പെട്ടി ചെറുതായതുകൊണ്ട് കുറച്ചൊരു ഇതുണ്ട്. ഒരു സൈഡിലുള്ള നമ്മൾ ചേടാപ്പെട്ടി നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത സൈഡിലുള്ളതും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇതും കൂടെ കൊടുക്കാം. പക്ഷേ നമുക്ക് കഴുത്തിൽ കൊള്ളും, കഴുത്തിലിങ്ങനെ കുത്തും. അതുകൊണ്ട് നമുക്ക് ഒരു ഇത് മതി, ഗിയർ ലോക്ക് ഓരോന്ന് വെച്ച് മതി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ലോക്ക് ചെയ്ത ഭാഗം ഇനി അകത്തോട്ട് പൊയ്ക്കോളും, അകത്തോട്ട് കയറിക്കോളും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ബാക്ക് ത്രെഡ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, എനിക്കിനി വാങ്ങിച്ചാലേ ഉള്ളൂ. അപ്പം തൽക്കാലം അല്ലെങ്കിൽ ചെയിനോ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കൊളുത്തിട്ടാലും മതി. കുറേ സമയത്തെ പണിയായിരുന്നു. നമുക്കിതിനെ കുറച്ചും കൂടി താത്തി കഴുത്തിലിങ്ങനെ വെച്ച് നോക്കാം.
ഇങ്ങനെ ഇത്ര ഇറക്കത്തിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് ത്രെഡ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ ഇഷ്ടമായോ? ഞാൻ നെക്കിലിട്ട് കാണിച്ചു തരാം. ഡിസ്പ്ലേ നെക്ക് എടുക്കട്ടെ, അതായിരിക്കും. ഡിസ്പ്ലേ നെക്കിലിട്ട് കാണിച്ചു തരാം. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഇത് തൽക്കാലം ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേ നെക്കിലിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഭംഗി അറിയില്ല. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. മാലയുടെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ലോക്കറ്റ്. ഇങ്ങനെയാണ് മാലയുടെ ലുക്ക് വരുന്നത്. ഇതിവിടെ നമുക്ക് ബാക്ക് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെയിന് കണക്ട് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇതാണ് സൂപ്പറാണ് കേട്ടോ. ഇതിപ്പോൾ ക്യാമറയിൽ എത്രത്തോളം ഭംഗി കിട്ടണമെന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയാണ്. നമുക്ക് നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഇട്ട അടിപൊളിയായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു കമ്മലും കൂടെ എനിക്ക് ചെയ്യണം. ഇന്നിപ്പോൾ രാത്രി ഒരുപാടായി, 2:45. എൻ്റെ ഉറക്കമൊക്കെ അത്രയാണ്. ഇപ്പം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുമോയെന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായ നിങ്ങൾക്ക് മാല? ഇത് ഇന്നത്തെ ആലോചനയിൽ കിട്ടിയ ഒരു ഡിസൈനാണ്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് നേരിട്ട് കാണാൻ. ഈ ലോക്കറ്റ് കണ്ടോ? കെട്ടുവഴിക്കും അങ്ങനെ അവസാനം കിട്ടിയ ഒരിതാണ്. കൊള്ളാം, നേരിട്ട് കാണാൻ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ മാല ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. ഈ ലോക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ ഒരു ഐഡിയ ഇല്ല ചെയ്തതായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലോക്കറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആർക്കെങ്കിലും അറിയണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഒരു ലോക്കറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ട് തരാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഞാൻ നേരത്തെ കാണിച്ച ലോക്കറ്റ് ഉണ്ടല്ലോ, ആ ലോക്കറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, നടുക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഞാനത് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇതാണ് അതും കൂടെ വന്നപ്പോഴേ ഇച്ചിരി കൂടെ ഭംഗി വന്നത്. അപ്പോൾ പിന്നെ അത് തന്നെ അങ്ങ് ഫിക്സ് ചെയ്തു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നലെ രാത്രിയിൽ ഒരുപാട്, രാത്രിയല്ല ഇന്ന് രാവിലെയായി ഉറങ്ങിയപ്പോഴും. ഇതിപ്പോൾ രാവിലെയാണ് കിടക്കുന്നത്. ഇന്നലത്തെ ഉറക്കത്തിൻ്റെ ഇതിൽ റിലേ പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ പോർഷൻ എടുത്തില്ലായിരുന്നു. അത് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത് കണ്ടില്ലായിരുന്നു. ഈ ലാസ്റ്റ് പോർഷൻ എടുക്കാത്ത കാര്യം കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക് മാലയുടെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്രയും വാല്യുബിളാണ്. അടുത്തന്നെ വീഡിയോ എന്തൊക്കെ ചെയ്യണം അത് ചെയ്യാനുള്ളൊരു പ്രചോദനം കൂടെയാണ് നിങ്ങളുടെ സപ്പോർട്ടെന്ന് പറയുന്നത്. സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തൊരു എന്തായാലും നമ്മുടെ പൊങ്കാലയെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. തലേ ദിവസം, അതായത് നാളെയാണ് പൊങ്കാല. ഇന്ന് രാത്രിയിലുള്ള പൊങ്കാലയുടെ തലേ ദിവസമുള്ള നമ്മുടെ ഒരു തയ്യാറെടുപ്പുകളുണ്ട്. ഭയങ്കര റോഡൊക്കെ ഭയങ്കര പെണ്ണുങ്ങൾ മാത്രമുള്ള ഏരിയ ആയിരിക്കും. അവിടെ ആണുങ്ങളും കാണും, എന്നാലും ഏറ്റവും കൂടുതൽ ഇവിടെ പെണ്ണുങ്ങളായിരിക്കും ഉള്ളത്. അപ്പം പൊങ്കാലയുടെ സാധനങ്ങൾ വാങ്ങാനുള്ളതും അതിൻ്റെയൊക്കെ ഒരു പൊങ്കാലയിടാനുള്ള സ്ഥലം പിടിക്കണതും വെള്ളം കിട്ടുന്ന സ്ഥലം, അങ്ങനെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുറേ തിരക്കും കാര്യങ്ങളും ഒരു ഒരുക്കമൊക്കെയാണ് തലേ ദിവസം ഉള്ളത്. അപ്പോൾ ആ തലേ ദിവസത്തെ അതും പൊങ്കാലയുടേതുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരും ഞാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. I begin to